എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വൈവിധ്യങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10th ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? അതുപോലെ സസ്യങ്ങളിൽ മാത്രമല്ല, ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ, ക്ലൈമാറ്റിക് റീജിയൻസ് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ വൻകരകളിലെല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളുണ്ട്. അവയിലെ ചില കാലാവസ്ഥാ മേഖലകളെ നമുക്ക് പരിചയപ്പെടാം. മഴയൊഴിയാത്ത ഉഷ്ണമേഖലകൾ. ചിത്രം ശ്രദ്ധിക്കൂ. പ്രധാനമായും ആഫ്രിക്കയിലെ കോങ്കോയിൽ കാണപ്പെടുന്ന വംശീയ വിഭാഗമായ പിഗ്മികളാണ് ചിത്രത്തിൽ. പരമ്പരാഗതമായി ഭക്ഷണം തേടുന്നവരും വേട്ടയാടുന്നവരുമായ ജീവിതശൈലിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം വംശീയ വിഭാഗങ്ങളാണ് പിഗ്മികൾ. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് ഇവർക്ക്. കസാവ, മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. പിഗ്മികളുടെ വാസസ്ഥലമായ കോങ്കോ തടത്തിൻ്റെ ചില സവിശേഷതകൾ നോക്കാം. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ, ഇവയെല്ലാം കോങ്കോ തടത്തിൻ്റെ സവിശേഷതകളാണ്. ഭൂമധ്യരേഖയോട് അടുത്തു സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്കുള്ള പ്രധാന കാരണം. ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. എന്നാൽ ആഫ്രിക്കയിലെ മാത്രം പ്രത്യേകതയാണോ ഈ വൈവിധ്യങ്ങൾ? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ മലേഷ്യയിലെ സൊമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെപ്പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യരേഖ കാലാവസ്ഥ മേഖല, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നറിയപ്പെടുന്നു. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ പൊതുവെ ജനവാസം കുറവാണ്. ഇതിനുള്ള കാരണം സുരക്ഷിതമല്ലാത്ത കാലാവസ്ഥയും അപകടകരമായ വന്യജീവികളുടെ സാന്നിധ്യവുമാണ്. മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യങ്ങൾ വർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ, ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ആൾക്കുരങ്ങുകൾ, ലീമറുകൾ, ഒറാങ് ഊട്ടാൻ തുടങ്ങിയ കുരങ്ങുവർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകൾ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു. മധ്യരേഖ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. ഇതിനാലാണ് മധ്യരേഖ വനങ്ങളിൽ ജന്തുക്കളിലേറെയും മരങ്ങളിൽ ജീവിക്കുന്നത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന നഗരങ്ങളാണ് കൊലാലംപൂർ, സിംഗപ്പൂർ, ബോഗട്ട, അഡീസ് അബാബ, നൈറോബി എന്നിവ. ആമസോൺ നദീതടത്തെക്കുറിച്ച് നോക്കാം. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലമായ ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് കാരണം.
വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുക്കളും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. കലാഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ തോറേക്ക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മരുഭൂമികളുടെ സ്ഥാനം. ഉഷ്ണ മരുഭൂമികളും അവ സ്ഥിതി ചെയ്യുന്ന വൻകരകളും. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ വൻകരയിലാണ്. ആഫ്രിക്കൻ വൻകരയിലെ മറ്റൊരു മരുഭൂമിയാണ് കലഹാരി. ഏഷ്യ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമികളാണ് അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി എന്നിവ. ഇന്ത്യയിലാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലെ മരുഭൂമിയാണ് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി. തെക്കേ അമേരിക്കയിലെ മരുഭൂമിയുടെ പേരാണ് അറ്റക്കാമ. ഉത്തര അമേരിക്കയിൽ മൊഹാവി ഡെസേർട്ടും. മരുഭൂമിയിലെ കാലാവസ്ഥ. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണിവിടെ. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ് മരുഭൂമിയിൽ. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളിൽ കള്ളിമുൾച്ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. കള്ളിമുൾ വർഗ സസ്യങ്ങൾക്ക് ഇലകളില്ല. മാംസളമായ കാണ്ഡമാണിവയ്ക്ക്. എന്താണ് കാരണമെന്നറിയാമോ? കള്ളിമുൾ വർഗ സസ്യങ്ങൾ സാധാരണയായി വരണ്ട പ്രദേശങ്ങളിൽ വളരുന്നു. അവരുടെ മാംസളമായ തണ്ട് വെള്ളം സംഭരിക്കുന്നു. ഇലകൾക്ക് പകരം മുള്ളുകൾ അവയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ജലനഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനാൽ അവയിൽ ഇലകളില്ല. ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങൾ ഉള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണ മരുഭൂമികളിലെ ഗോത്രവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഉഷ്ണ മരുഭൂമികളിൽ കൃഷി പൊതുവെ കുറവാണ്. ഇതിനുള്ള പ്രധാന കാരണം വെള്ളവും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇല്ലാത്തതാണ്. എന്നാൽ ഉഷ്ണ മരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. എന്താണ് മരുപ്പച്ചകൾ? മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ അഥവാ ഒയാസിസ് എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ടു കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണ മരുഭൂമിയിലെ നഗരങ്ങളുടെ വികസനത്തിന് കാരണം എന്താണെന്ന് നോക്കാം. ഉഷ്ണ മരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് പ്രധാനപ്പെട്ട കാരണമായി മാറി. ഈജിപ്ത് അറിയപ്പെടുന്നത് നൈലിൻ്റെ ദാനം എന്നാണ്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളിലെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതിലും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം. ഇവയെല്ലാം ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നതിന് കാരണമാക്കുന്നു. എന്തുകൊണ്ടാണ് ഒട്ടകങ്ങളെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്കുഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇനിയൂട്ടുകൾ. ഇനിയൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലൂ. ഇനിയൂട്ടുകൾ സ്ഥിരം വാസസ്ഥലങ്ങൾ നിർമ്മിക്കാത്തതിന് കാരണം പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അവർ അനുഭവിക്കുന്നതുകൊണ്ടാണ്. ഇനിയൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റൈൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ശേഷം ഇവയുടെ മാംസം ഭക്ഷിക്കുന്നു. ശൈത്യകാലത്തേക്ക് ഇവർ ഇഗ്ലൂവിൽ നിന്ന് പുറത്തു വരാറില്ല.
ശൈത്യകാലത്തേക്കുള്ള ഭക്ഷണം അവർ നേരത്തെ കരുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. വേട്ടയാടി കിട്ടിയ മൃഗങ്ങളുടെ തൊലികൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഇനിയൂട്ടുകൾ ധരിക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാടുകളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രരീതിയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും ഇത് രക്ഷ നേടാൻ ഇനിയൂട്ടുകളെ സഹായിക്കുന്നു. തുന്ദ്ര മേഖല ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന്, അതായത് 66 ഡിഗ്രി വടക്ക് അക്ഷാംശം വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയെ തുന്ദ്ര മേഖല, തുന്ദ്ര റീജിയൻ എന്ന് വിളിക്കുന്നു. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖലയെ ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളിലായാണ് തുന്ദ്ര കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്നത്. തുന്ദ്ര മേഖലയിലെ ജീവവർഗങ്ങളും സസ്യജാലങ്ങളും അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറുസസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുന്നു. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായേ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗങ്ങൾ. എന്താണ് താപീയ മേഖലകൾ? ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല എന്നിവയാണ് പ്രധാന താപീയ മേഖലകൾ. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുമുണ്ട്. ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് ഉള്ള കാരണം. ഇനി നമുക്ക് ഇതുവരെ പരിചയപ്പെട്ട കാലാവസ്ഥാ മേഖലകൾ ഏതെല്ലാം താപീയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നോക്കാം. മധ്യരേഖ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന താപീയ മേഖലയാണ് ഉഷ്ണമേഖല. എന്നാൽ ഉഷ്ണമരുഭൂമികളും സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖല, മിതോഷ്ണമേഖല താപീയ മേഖലകളിലാണ്. തുന്ദ്ര മേഖല സ്ഥിതി ചെയ്യുന്നത് ശൈത്യമേഖലയിലാണ്. കാലാവസ്ഥാ മേഖലകളും താപീയ മേഖലകളും അവിടെ സ്ഥിതി ചെയ്യുന്ന സസ്യജന്തു വിഭാഗത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ ഭൂമിയിലെ വൈവിധ്യങ്ങൾക്കും പ്രധാന കാരണവും ഈ കാലാവസ്ഥാ മേഖലകൾ തന്നെയാണ്. 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വൈവിധ്യങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10th ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.